മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വി.ഡി. സതീശന് പിണറായി വിജയനെ ദുരന്തത്തെ കുറിച്ച് പഠിപ്പിച്ചത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് ഇപ്പൊ എന്ത് തേങ്ങയാണ് സതീശൻ ചെയ്യുന്നത് എന്നും നമുക്ക് ഒന്ന് നോക്കാം. അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രി ഈ മണ്ണടിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് നിർദ്ദേശം കൊടുത്തു എന്നായിരുന്നല്ലോ ഇതുവരെ വിളിച്ചു പറഞ്ഞിരുന്നത്. ഒരു കോപ്പും അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിവ് സഹിതം മാധ്യമപ്രവർത്തകൻ പറയുമ്പോ കിടന്നു ഉരുളുന്നത് കൂടി ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. സതീശൻ പിണറായി കാലത്ത് എന്താണ് വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഇനിയത്തെ കാലമാണ്. തുരങ്കപാത ഉൾപ്പെടെ പറഞ്ഞത് എൻവയൺമെന്റൽ ഇമ്പാക്ട് പഠിക്കണം എന്നാണ് പറഞ്ഞത്. എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി ഇല്ലാതെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് പറഞ്ഞത്. വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തപ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നോ? കേരളം പോലുള്ള സെൻസിറ്റീവായ ഒരു സ്ഥലത്ത്, ഒരു വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, പശ്ചിമഘട്ട മലനിരകളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തണ്ടേ? നിയമപരമായ കാര്യം അത് ചെയ്യണമെന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു ഇന്നത്തെ കാലത്ത് എന്ത് വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും എൻവയൺമെന്റ് ഇമ്പാക്ട്, ഈ ക്ലൈമറ്റ് ചേഞ്ച് അതൊരു പ്രധാന ഘടകമായി ചെയ്യണം. അല്ലാതെ ഞങ്ങൾ ഏത് പദ്ധതി എതിർത്തിരിക്കുന്നത്? ഏറ്റവും പ്രധാനം, കേരളത്തിൽ ഇനി ഇത്രയും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകില്ല. ദുരന്തങ്ങൾ ഉണ്ടാകും. ആ ദുരന്തങ്ങളിൽ ഇത്രയും മനുഷ്യരും ഇത്രയും സ്വത്തുക്കളും നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. കാരണം എല്ലാ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം, പിന്നെ റെയിൻ ഗേജ് അടക്കം മണ്ണ് പരിശോധന അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തി അതിൻ്റെ ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഡാറ്റ അനലൈസ് ചെയ്ത് കൃത്യമായി വാർണിംഗ് കൊടുക്കുക. ആ വാർണിംഗ് കൊടുത്താൽ മിനിറ്റുകൾക്കകം ഓരോ സ്ഥലത്തുനിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുക. ഇതാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ള സിസ്റ്റം. ഈ അപകടം ഞങ്ങൾ 2021 മുതൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ? പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സതീശൻ കിടന്നങ്ങ് തള്ളി മറിച്ചതാ നിങ്ങൾ കേട്ടത്. പിണറായി വിജയനെ പഠിപ്പിച്ചതാ നിങ്ങൾ ഈ കേട്ടത്. ഇപ്പോ എന്താ പറയുന്നത്? ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. മാസങ്ങളായി കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ട് എന്നിട്ട് ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടില്ല. വയനാടിനെ കുറിച്ച് വാതോരാതെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞ ആളാ. അപ്പൊ വയനാട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വയനാട്ടിലെ ജനതക്ക് ഒരു വിലയും കൽപ്പിക്കാത്തത് കൊണ്ടല്ലേ മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവനേക്കാൾ അപ്പുറം എന്ത് കോപ്പാണ് ഇവിടെ ചെയ്യാനുള്ളത്? അപ്പൊ വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായിട്ട് ഈ സമയം വരെ ആയിട്ട് വയനാടുമായി ബന്ധപ്പെട്ട ഒരു പുല്ലും ചെയ്തിട്ടില്ല. ദുരന്തവുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്ന് മലമറിക്കും. ലോകത്ത് അങ്ങനെ തന്നെയാ നടക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്തുകൊണ്ട് അതൊന്നും ചെയ്തില്ല? എത്രത്തോളം പരാജയമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാം. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, 204 മില്ലിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണം. എന്നാൽ 226 മില്ലിമീറ്റർ മഴ വന്നിട്ടോ ഈ ദുരന്തം നടന്ന പ്രദേശമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു റെഡ് അലേർട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതൊക്കെ സകല മലയാളികൾ തിരിച്ചറിയണം. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പിണറായി വിജയനെതിരെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ വ്യക്തിക്ക് ഇപ്പൊ ഒരു പുല്ലും ചെയ്യാൻ സാധിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകലർ തിരിച്ചണം. ഇനി മനുഷ്യനിർമ്മിതമാണോ ഇതൊക്കെ തന്നെ സംഭവിച്ചത് എന്നാണല്ലോ 24 മണിക്കൂറും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരന്നു നിന്ന് വിളിച്ചു പറയുന്നത്. ആ മണ്ണുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ പി.കെ. ബഷീറിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇടന്ന് ഉരുള് അതിന് ഉത്തരമായിട്ട് നിങ്ങൾ കേട്ടു. വർക്ക് ചെയ്യുന്നതാണ്. അന്ന് വർക്ക് നിർത്തിവെക്കാൻ പറഞ്ഞത് കൊണ്ടാണ് അവിടെ തൊഴിലാളികൾ ഇല്ലാതെ പോയത്. പിന്നെ എല്ലാ പ്രിക്കോഷൻ എടുക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇങ്ങനെ സാഹചര്യം ഉണ്ടായി. ഇനി എന്താണെന്ന് നമുക്ക് പരിശോധിക്കണം. അതാണ് മിനിസ്റ്റർ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് 25/6 നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പൊതുമരാമത്ത് വകുപ്പ് തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ. അതിൽ ഈ കൂട്ടിയിട്ട മണ്ണിനെ കുറിച്ച് പറയുന്നത്, പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി മറ്റു പ്രതിഭാസമോ കാരണം ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത തടയാൻ
വേണ്ട എല്ലാ മുൻകരുതലുകൾ എടുക്കാനും പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നിർദ്ദേശിച്ചു എന്നാണ്. അപ്പോൾ കമ്പനി പറഞ്ഞൊരു മറുപടിയുണ്ട്. സൈറ്റിൽ പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണ് താൽക്കാലികമായി സൂക്ഷിക്കാൻ സ്ഥലപരിമിതിയുള്ള കാര്യം KRCL അറിയിച്ചു. അനുയോജ്യമായ സ്ഥലം സർക്കാർ ഉടമസ്ഥതയിലുള്ളതോ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതോ ആയി കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ വാടക കരാർ കമ്പനി നൽകാൻ തയ്യാറാണെന്ന കാര്യവും അറിയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി നൽകിയോ അവർക്ക്? പിന്നീട് എന്താണ് ആ കാര്യത്തിൽ ഉണ്ടായത്? എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടായതോ? അതേക്കുറിച്ച് അന്വേഷിച്ചോ? ഈ പുതിയ ഗവൺമെന്റ് വന്നത് നിങ്ങൾക്കറിയാലോ. നമ്മളപ്പോഴാണ് ഈ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് പരിശോധിച്ചത്. നിങ്ങൾ കേട്ടില്ലയോ? പുതിയ ഗവൺമെന്റ് വന്നത് നിങ്ങൾക്കറിയാലോ. കുറച്ചായില്ലേ പുതിയ ഗവൺമെന്റാ എന്നൊക്കെ പറയൽ തുടങ്ങിയിട്ട്. ഇതൊക്കെ കേരള ജനത കേട്ട് മടുത്ത്. ഇപ്പോ മണ്ണ് മാറ്റാൻ പറഞ്ഞു, അവര് കേട്ടില്ല എന്നായിരുന്നു ഇതുവരെ മന്ത്രിയൊക്കെ പറഞ്ഞത്. മാധ്യമപ്രവർത്തകൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നില്ലേ? തെളിവ് സഹിതമല്ല പറയുന്നത്. മണ്ണ് മാറ്റാൻ നിങ്ങൾ ആവശ്യപ്പെട്ടോ, നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടും അതിന് മറുപടി ആയിട്ട് കമ്പനി എന്താ പറഞ്ഞിട്ടുള്ളത്? അവർ മണ്ണ് മാറ്റാൻ തയ്യാറാണ്, അവർക്ക് അതിനനുസരിച്ചുള്ള സ്ഥലം ഒരുക്കി തരണോ? കേരള സർക്കാരിനോടല്ലാതെ അവർ മറ്റാരോടാണ് ഇത് ആവശ്യപ്പെടുക? മാത്രമല്ല, ഞങ്ങള് അതിനുള്ള വാടകയും തരാം, ഞങ്ങൾക്ക് മണ്ണ് മാറ്റാൻ ഒരു സ്ഥലം തരൂ, അതുമായി ബന്ധപ്പെട്ട തുകയും ഞങ്ങൾ തരാമെന്ന് കമ്പനി പറഞ്ഞിട്ട് അതിനൊരു ഉത്തരം കേരള സർക്കാർ കൊടുത്തിട്ടില്ല. അതായത് മനുഷ്യനിർമ്മിതമാണ് ദുരന്തം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുന്ന കേരള സർക്കാരിനോട് വിവേകമുള്ള മലയാളികൾക്ക് ഇപ്പൊ പറയാനുള്ളത്, ഇത് കേരള സർക്കാർ നിർമ്മിത ദുരന്താണ് എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം. മണ്ണ് മാറ്റാൻ പറഞ്ഞു എന്നായിരുന്നു ഇതുവരെ പൊക്കി പിടിച്ചത്. അതാടാപാടലം തകർന്ന് തരിപ്പണായി. മന്ത്രി അതിനിടെ കൂടെ സകലതും കേന്ദ്രമാണോ എന്ന് പുട്ടുപീരിടുന്നത് പോലെ നിരന്തരം വിളിച്ചു പറയുന്നുണ്ട്. അതും തകർന്ന് തരിപ്പണായിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉൾപ്പെടെ സതീശൻ സകലതും പിണറായി വിജയനെതിരെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തേ അന്ന് മോദിക്കെതിരെ ഒന്നും പറയാതിരുന്നത്? ഇത് എന്ത് സംഭവിച്ചാലും കേന്ദ്ര സർക്കാർ എന്നൊന്നും വിളിച്ചു പറയുന്നത് കേരളത്തിന് ഇനി അധിക കാലൊന്നും വില പോവില്ല. അതാണ് യാഥാർത്ഥ്യം. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വയനാട് മേപ്പാടി പെട്ടെന്ന് ദുരന്തം ഉണ്ടാവും, വയനാട്ടിൽ ഫുള്ള് പ്രശ്ന കണക്കടത്ത് വിളിച്ചു പറയായിരുന്നു. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സ്പോട്ടിൽ തിരിച്ചറിയൂ, എന്നിട്ട് ഞങ്ങൾ അങ്ങ് രക്ഷിക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞത്. എന്തേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് രംഗത്തിറങ്ങിയിട്ട് രക്ഷിക്കാത്തത്? വയനാട്ടിലെ ജനങ്ങളുടെ ജീവൻ ഒരു വിലയും കൊടുക്കാത്തത് കൊണ്ടാണോ സതീശൻ മറ്റു നിരക്കുമായിട്ട് ഓടി നടക്കുന്നത്? കേരളത്തിന്റെ ഭരണാധികാരിയെ സംബന്ധിച്ച് കേരള ജനതയുടെ ജീവന് തന്നെയാ നമ്പർ 1 പരിഗണന കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ച് വേറെ എന്തിനോ ഓടുക. വയനാട്ടിൽ ഇത്തവണ മഴ പോലും കുറവാ. മറ്റൊരു വലിയ ചോദ്യമുണ്ട്, വിവേകമുള്ള സകല ജനതയും ചോദിക്കേണ്ടതാ. വയനാട്ടിൽ എത്ര കാലമായിട്ട് ദുരന്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക? ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുക. ഇപ്പോഴും കഴിഞ്ഞ ദിവസം നടന്ന മണ്ണിടിച്ചിലുമായിട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനം. എന്റെ ലളിതമായ ചോദ്യ, ഒരു സേനയെ തയ്യാറാക്കാത്തത് എന്താ? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സേനയെ കേരള ഗവൺമെന്റ് തയ്യാറാക്കി നിർത്താത്തത്? പ്രകൃതി ദുരന്തത്തെ നമുക്ക് ശാസ്ത്രവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് പരമാവധി അതിന് മുൻകൂട്ടി തന്നെ കാണാനൊക്കെ തന്നെ ഒരുപാട് സാങ്കേതിക വിദ്യ വളർന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഇനി അഥവാ ഇതുപോലെ ദുരന്തങ്ങൾ നടക്കുമ്പോ മണിക്കൂറുകൾ കൊണ്ട്, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എന്ത് വലിയ ദുരന്തം വന്നാലും ക്ലീൻ ചെയ്യാൻ കൃത്യമായ പരിശീലനം കൊടുത്ത 100-500 പേരടങ്ങുന്ന ഒരു സേനയെ കേരള സർക്കാർ എന്തുകൊണ്ടാ ഈ സമയം വരെയായിട്ട് തയ്യാറാക്കി നിർത്താത്തത്? എത്ര കാലം, പതിറ്റാണ്ടുകളായില്ലേ? പതിറ്റാണ്ടല്ല, 100 വർഷമായിട്ട് ഇവിടെ ഈ പറയുന്ന വയനാടുണ്ട്, ഈ പറയുന്ന അവിടെ ദുരന്തവും നടക്കുന്നുണ്ട്, കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യ. എന്നിട്ട് ഇവിടെ ഇത്രയും കാലം ഭരിച്ച UDF-നോ LDF-നോ ഒരു അടിയന്തര സേനയെ തയ്യാറാക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇതൊക്കെ മലയാളികൾ വിവേകത്തോടു കൂടി തിരിച്ചറിയണോ. UDF LDF ഒക്കെ ലോക പരാജയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് വലിയ യാഥാർത്ഥ്യം. ഈ നടന്ന ദുരന്തം പോലും സതീശനൊക്കെ മറ്റെന്തിനോ മേലേക്ക് പിടിച്ചു കെട്ടാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ സ്വന്തം പോരായ്മയാണ് എന്നുള്ളത്
UDF സർക്കാരൊക്കെ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞുള്ളൂ. ഇത് കേരള ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വകക്കും കൊള്ളാത്ത ആളുകളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. ഈ പറയുന്ന UDF സർക്കാരൊക്കെ വൻ പരാജയമാണല്ലോ തുടക്കത്തിൽ തന്നെ എന്നുള്ളത് കേരള ജനത കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്.